ഇത്തവണ പറയുന്നത് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു വ്യക്തിക്കുണ്ടായ അനുഭവമാണ്. ആ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. മരിക്കുന്നത് വരെ അദ്ദേഹത്തെ വേട്ടയാടിയ ഒരു കാര്യമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ജോസ്. അപ്പനെ കൃഷിയിൽ സഹായിച്ചിരുന്ന ജോസിന് ഒരു പുതിയ സ്ഥലത്തേക്ക് ജോലി കിട്ടി പോകേണ്ടി വന്നു. അവിടെ ഒരു വാടക വീട് ഏർപ്പാടായി. അദ്ദേഹത്തിന് കൂട്ടായി സർക്കാർ ഉദ്യോഗസ്ഥനായ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു, അലി. അവരുടെ വാടക വീട് ഒരു റെയിൽ പാലത്തിനടുത്തായിരുന്നു. തീവണ്ടിയുടെ കാതടപ്പിക്കുന്ന ഒച്ച ആദ്യമൊക്കെ വലിയ അലോസരം ഉണ്ടാക്കിയിരുന്നെങ്കിലും പിന്നീട് അവർക്കത് ശീലമായി. 2-3 മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. രാത്രി ജനലുകൾ അടച്ചു കിടന്നുറങ്ങുകയാണ് പതിവെങ്കിലും വേനൽക്കാലം വന്നതോടെ അതിന് മാറ്റം വന്നു. ഉണ്ടായ സംഭവം ഇങ്ങനെ: ഒരു ദിവസം രാത്രി ഒറ്റയ്ക്കാണ് ജോസ് വീട്ടിലുണ്ടായിരുന്നത്. സുഹൃത്ത് എന്തോ അത്യാവശ്യമായി യാത്രയിലായിരുന്നു. പൊതുവെ നല്ല ധൈര്യശാലിയായ ജോസ് കുറേ നേരം പുസ്തകം വായിച്ചു കിടന്നു. ഇടയ്ക്ക് ഇടതുവശത്തെ ജനലിലൂടെ ആകാശത്ത് പൂർണ്ണചന്ദ്രനെ നോക്കി. നല്ല നിലാവുണ്ടായിരുന്നു. വെറുതെ കണ്ണൊന്ന് റെയിൽ പാളത്തിലേക്ക് ഓടിച്ചതാണ്. അപ്പോൾ തലയിൽ തട്ടമിട്ട ഒരു സ്ത്രീ പാളത്തിലൂടെ പോകുന്നത് വ്യക്തമായി കണ്ടു. അവരുടെ നടത്തത്തിന്റെ വേഗത വളരെ കുറവായിരുന്നു. പെട്ടെന്നാണ് ആ സമയവും എന്തിനിവർ ഈ നേരത്ത് ഇതിലൂടെ എന്ന ചിന്തയും ജോസിൽ ഉദിച്ചത്. അപ്പോഴാണ് പന്തികേട് തോന്നിയതും. പണ്ടത്തെ നീളൻ സ്റ്റീൽ ടോർച്ച് വേഗം എടുത്തു. ബാറ്ററി ശരിയാക്കിയിട്ടു. വേഗം പാളത്തിലേക്ക് ടോർച്ചടിച്ചു. അവരുടെ മേൽ വെളിച്ചം പതിച്ചതും ആ സ്ത്രീ നടത്തം നിർത്തി. ജോസ് ഉറക്ക വിളിച്ചു പറഞ്ഞു, "താത്ത, മാറി നടക്കൂ, തീവണ്ടി വരാറായിട്ടുണ്ട്. താത്ത, നിങ്ങളോടാ." അവർ നിന്ന നിൽപ്പിൽ തല കുനിച്ചു നിൽക്കുകയാണ്. ഒരനക്കവുമില്ല. ഇതെന്താ ഇങ്ങനെ? എന്തെങ്കിലും വയ്യാഴിക ഉണ്ടാവുമോ? അവശനിലയിൽ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയതായിരിക്കുമോ? അത് അവരെ അപകടപ്പെടുത്താനായിരിക്കുമോ? ഇനി ആത്മഹത്യ ചെയ്യാൻ വന്നതാണോ? മാനസിക രോഗിയായിരിക്കുമോ? ഇങ്ങനെ കുറേയേറെ ചിന്തകൾ മനസ്സിലേക്ക് ഇടമുറിയാതെ നിമിഷങ്ങൾക്കുള്ളിൽ വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ചിന്തകളിൽ നിന്ന് ജോസ് തന്നെ മോചിതനാക്കി അവിടേക്ക് നോക്കി. അവർ അങ്ങനെ തന്നെ നിൽക്കുന്നു. ജോസ് തിടുക്കപ്പെട്ട് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. "താത്താ, താത്താ" എന്ന് വിളിച്ചുകൊണ്ട് ടോർച്ച് വേഗം അവരുടെ മേൽ ഇടത്തേക്കും വലത്തേക്കും പാളി വീശി അടിച്ചു. ഇത്രയേറെ വിളിച്ചിട്ടും ഇവരൊന്ന് നോക്കാത്തതെന്താ എന്ന് ജോസ് അതിനിടയിൽ ചിന്തിച്ചു. അവരുടെ അടുത്തെത്താറായിരുന്നു ജോസ്. അപ്പോഴാണ് അവിടെ നിന്നും ഒരു വല്ലാത്ത മുരൾച്ച കേട്ടത്. അത് കേട്ടതും ജോസ് ഒന്ന് നിന്നു. പാളവും അതിലെ സ്ത്രീയും ജോസും തമ്മിൽ ഇനി കുറച്ച് അകലമേയുള്ളൂ. പുൽത്തൈലത്തിന്റെ പോലൊരു ഗന്ധം ജോസിലേക്ക് പൊടുന്നനെ വന്നു. പെട്ടെന്നാണ് ജോസ് തീവണ്ടി വരുന്നത് കണ്ടത്. ജോസ് രണ്ടും കൽപ്പിച്ച് ഉറക്കെ "താത്താ" എന്ന് വിളിച്ച് ഓടാൻ തുടങ്ങി. താത്ത അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴും ചീറി വരുന്ന തീവണ്ടി ജോസ് കണ്ടു. അവരെ തീവണ്ടി ഇടിക്കുമെന്നും താൻ അവരുടെ അടുത്ത് എത്തില്ലെന്നും മനസ്സിലാക്കി ജോസ് ഓട്ടം നിർത്തി നിസ്സഹായനായി നോക്കി നിന്നു. അവരുടെ അടുത്ത് തീവണ്ടി എത്തിയതും കണ്ണുകൾ ഇറുക്കി അടച്ച് ജോസ് മുഖം ഇടത്തേക്ക് തിരിച്ചു കളഞ്ഞു. തീവണ്ടി പോയി കഴിഞ്ഞ് ജോസ് വിയർത്ത് കുളിച്ചിരുന്നു. ദേഹമാസകലം വിറയൽ അനുഭവപ്പെട്ടു. പാളത്തിലേക്ക് നോക്കാൻ ശക്തിയില്ലാതെ അങ്ങനെ തന്നെ ഒരു നിമിഷം നിന്നു. അലർച്ചയോ കരച്ചിലോ ഒന്നും കേട്ടില്ലല്ലോ എന്നാശ്ചര്യപ്പെട്ട് പാളത്തിലേക്ക് പൊടുന്നനെ നോക്കിയ ജോസ് നടുങ്ങി വിറച്ചുപോയി. ആ താത്ത അങ്ങനെ തന്നെ നിൽക്കുന്നു. തനിക്ക് തോന്നുകയാണോ ഇനി എന്ന് ചിന്തിച്ച് ടോർച്ച് അടിച്ച് നോക്കിയ ജോസ് ഹൃദയം നിന്ന അവസ്ഥയിലായി. ആരുമില്ല. പുൽത്തൈലത്തിന്റെ ഗന്ധം അവിടെ മാകെ പരന്നു. എന്തോ പന്തികേട് തോന്നിയ ജോസ് സർവ്വശക്തിയും എടുത്ത് എങ്ങനെയോ തിരിച്ചു വീട്ടിലേക്ക് ഓടി. പേടിച്ചിട്ട് കാലുകൾ നീങ്ങുന്നില്ല എന്ന് തോന്നിപ്പോയി. തുറന്നു കിടന്ന വാതിൽ കണ്ട് ജോസ് ഒന്ന് അമ്പരന്നു. "കർത്താവേ, വാതിലടയ്ക്കാതെയാണോ ഞാൻ പോയത്?" എന്നും ഓർത്തു. വേഗം അകത്ത് കയറി വാതിലടച്ചു. പാളത്തിലേക്ക് നോക്കാതെ ജനലടച്ചു. എങ്ങനെയോ നേരം വെളുപ്പിച്ചു. നേരം നല്ലപോലെ വെളുത്തു. വാതിലിൽ മുട്ടുകേട്ട് "ആരാ?" എന്ന് ജോസ് ചോദിച്ചു. "ഞാനാ" എന്ന് മറുപടി വന്നു. ജോസിന് മനസ്സിലായി അത് കൂടെ താമസിക്കുന്ന അലിയാണെന്ന്. വേഗം പോയി വാതിൽ തുറന്നു. പ്രാതൽ പൊതിയുമായി നിൽക്കുന്ന സുഹൃത്തിനെ കണ്ടപ്പോൾ ജോസിന് ആശ്വാസമായി. എല്ലാ വിവരവും ജോസ് അലിയെ പറഞ്ഞു കേൾപ്പിച്ചു. അലിക്ക് ഈ വക കാര്യങ്ങളിൽ ജോസിനെ പോലെ തന്നെ തീരെ വിശ്വാസമില്ല. പക്ഷെ തന്നെ പോലുള്ള ജോസ് ഇങ്ങനെ പറയണമെങ്കിൽ ഇതിലെന്തോ കാര്യമുണ്ടല്ലോ എന്ന് അലിക്ക് തോന്നി. രണ്ടുപേരും വേഗം പ്രാതൽ കഴിച്ചു. വീട് പൂട്ടി പാളത്തിലേക്ക് നടന്നു. അവിടെ മാകെ കാണിച്ചു കൊടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് ജോസ് ഒന്നുകൂടി കാര്യങ്ങൾ വിശദീകരിച്ചു. അവർ പാളത്തിലെത്തി 2 വശവും നോക്കി. ഒരു അപകടം നടന്ന ലക്ഷണം ഒന്നുമില്ല. അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടില്ല. ഇരുവശത്തും വിശദമായി അവർ നടന്നു നോക്കി. അലി പറഞ്ഞു, "ജോസേ, അവർ വല്ല മാനസിക രോഗിയോ ഊമയോ ആയിരുന്നെങ്കിലോ? അതാവും മറുപടി ഇല്ലാഞ്ഞതും പ്രതികരിക്കാഞ്ഞതും. ചിലപ്പോൾ തീവണ്ടി അവരെ വലിച്ചുകൊണ്ട് ദൂരേക്ക് പോയി കാണും. നമുക്കൊന്ന് കവലയിൽ അന്വേഷിച്ചു നോക്കാം, എന്തെങ്കിലും ഉണ്ടായോ എന്ന്." കവലയിലും റെയിൽവേ ഗേറ്റിലെ ഉദ്യോഗസ്ഥനോടുമൊക്കെ ഇതേക്കുറിച്ച് ചോദിച്ചു. തലേ രാത്രി അങ്ങനെ അപകടങ്ങളോ മരണമോ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് അവർ തർപ്പിച്ചു പറഞ്ഞു.
എന്നാൽ റെയിൽവേ ഗേറ്റ് ഉദ്യോഗസ്ഥൻ ഇതുകൂടി പറഞ്ഞു, ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട വിചിത്ര സംഭവങ്ങൾ ഞങ്ങളും കാണാനൊക്കെ ഇടയായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. എല്ലാവർക്കും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അനുഭവം വരുന്നതുവരെ ആരും വിശ്വസിക്കേയില്ല. ശരിയാ, ജോസ് പറഞ്ഞു. എല്ലാം കൂടി ആലോചിച്ചിട്ട് ജോസിന്റെ ഉള്ളൊന്ന് കാളി. ഇങ്ങനെയുള്ളതിന്റെ പുറകെ ഒന്നും പോകരുത് ഒരിക്കലും എന്നും റെയിൽവേ ഗേറ്റ് ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു. അവർ തിരികെ വീട്ടിലേക്ക് പോയി. ജോസെ, തീവണ്ടി പോയതിനു ശേഷം ആ രൂപം കണ്ടു എന്നത് ഉറപ്പാണോ, അതോ തോന്നിയതായിരുന്നോ? അലി ചോദിച്ചു. അയ്യോ അലി, കർത്താവാണേ, ഞാൻ കണ്ടതാ. അത് എന്തൊരു മറിമായാണെന്നാ മനസ്സിലാവാത്തത്. അന്ന് രാത്രി ജനൽ അടച്ചിടാൻ ജോസ് നിർബന്ധം പിടിച്ചപ്പോൾ അലി സമ്മതിച്ചില്ല. ജനലരികിൽ അലി കിടന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കുറച്ചുനേരം സംസാരിച്ചു കിടന്ന് പതുക്കെ ഉറക്കത്തിലേക്ക് പോയി. കാലിൽ ആരോ തട്ടിയതുപോലെ തോന്നി ജോസ് ഉണർന്നു. അലിയെ നോക്കി. അലി ജനലിനഭിമുഖമായി തിരിഞ്ഞുകിടന്ന് കൂർക്കം വലിച്ച് നല്ല ഉറക്കമാണ്. പൊടുന്നനെ രൂക്ഷമായ പുൽത്തൈലഗന്ധം ജോസിന്റെ മൂക്കിലടിച്ചു. അതോടെ ജോസ് പെട്ടെന്ന് എല്ലാം ഓർത്ത് ചാടി എഴുന്നേറ്റു. കിടക്കയിലിരുന്നു. ചെറിയൊരു മുരൾച്ച കേട്ടു. വല്ലാത്തൊരു ഭയം ജോസിനെ ഗ്രസിച്ചു. അലിയെ വിളിക്കാൻ ജോസ് മുന്നോട്ടാഞ്ഞതും ആരോ വായുവേഗത്തിൽ ജനലയ്ക്കുള്ളിലൂടെ പോയി. ജോസിന് അനങ്ങാനായില്ല. അന്ന് നിലാവില്ലായിരുന്നു. കൂരിരുട്ടുണ്ട് പുറത്ത്. എന്നിട്ടും പുകരൂപം കണക്കെ എന്തോ ഒന്ന് കടന്നുപോയത് വ്യക്തമായി ജോസ് കണ്ടു. അലിയെ വിളിക്കണമെന്നുണ്ട്, പക്ഷേ ജോസിനൊന്നും കഴിയുന്നില്ലായിരുന്നു. അവിടെ ആരുടെയോ സാന്നിധ്യം ശക്തമായി ജോസിന് തോന്നി തുടങ്ങി. നെഞ്ചിടിപ്പ് കൂടിക്കൂടി വന്നു. രണ്ടും കൽപ്പിച്ച് അലിയെ തട്ടി വിളിക്കാൻ കൈ നീട്ടിയതും കാതടപ്പിക്കുന്ന ഒരൊച്ച കേട്ടു. എന്തോ വീടിന് പുറത്ത് വന്ന് വീഴും പോലെ. അലി ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. ഉണർന്നിരിക്കുന്ന ജോസിനെ കണ്ട് എന്താണത് എന്ന് അലി അങ്കലാപ്പോടെ ചോദിച്ചു. ജോസ് ആണെങ്കിൽ ഒന്നും തന്നെ മിണ്ടാനാവാത്ത അവസ്ഥയിലായിരുന്നു. അലി പെട്ടെന്നാണ് പുൽത്തൈലത്തിന്റെ ഗന്ധമറിഞ്ഞത്. ഞെട്ടിത്തിരിഞ്ഞ് ജോസിനെ നോക്കി. എന്നിട്ട് ജനലിലേക്ക് നോക്കിയതും രണ്ടാളും ചാടി എഴുന്നേറ്റ് പോയി. കാരണം പുകരൂപം പോലെ എന്തോ ഒന്ന് ഒഴുകി നീങ്ങുന്നത് രണ്ടുപേരും കണ്ടു. വേഗം അലി ചുവരിലെ സ്വിച്ചിട്ടു. ലൈറ്റ് കത്തി. അലി ഉറക്കെ പ്രാർത്ഥന ചൊല്ലി ധൈര്യം സംഭരിച്ച് ജനലുകൾ വലിച്ചടച്ചു. ജോസും ഉള്ളിൽ പ്രാർത്ഥന ചൊല്ലി. അവർക്കൊരു ആശ്വാസം തോന്നി. എങ്കിലും ഒട്ടും ഉറങ്ങാനായില്ല. എങ്ങനെയോ നേരം വെളുപ്പിച്ചു. അടുത്ത രാത്രികളിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ലെങ്കിലും സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു അവർക്ക്. ജോലി സംബന്ധമായി അലിക്ക് ദൂരയാത്ര വേണ്ടി വന്നു. ജോസ് ഒറ്റയ്ക്ക് ഭയപ്പെട്ടാണ് ഇരുന്നതെങ്കിലും പ്രശ്നങ്ങളൊന്നും അന്നുണ്ടായില്ല. അടുത്ത ദിവസവും കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി. മൂന്നാമത്തെ ദിവസം നല്ല ഉറക്കത്തിലായിരുന്നു ജോസ്. ആരോ കാലിൽ പിടിച്ച് വലിച്ച പോലെ തോന്നി ഞെട്ടി എഴുന്നേറ്റു. മുറിയിലാകെ പുൽത്തൈല ഗന്ധം. ജോസിന് നെഞ്ചിടിപ്പ് കൂടി. വിയർക്കാൻ തുടങ്ങി. പ്രാർത്ഥനയൊന്നും ഓർമ്മ വരുന്നില്ല. മനസ്സ് ശൂന്യമായ അവസ്ഥ. ജോസിന് മുറിയിൽ ആരോ തൻ്റെ തൊട്ടടുത്തുണ്ട് എന്ന് ശക്തമായി തോന്നി. ലൈറ്റ് ഇടണമെങ്കിൽ എഴുന്നേറ്റ് പോയി മറുവശത്തെ ചുവരിലെത്തണം. വല്ലാത്ത ഭയം തന്നെ പിടികൂടിയിരിക്കുന്നു എന്ന് ജോസ് മനസ്സിൽ പറഞ്ഞു. പെട്ടെന്നാണ് ജോസ് ശ്രദ്ധിച്ചത്, മുറിയാകെ അസഹ്യമായ ദുർഗന്ധം പരക്കുന്നു. തീരെ സഹിക്കാനാവാതെ മൂക്ക് പൊത്തിപ്പോയി ജോസ്. എത്ര ശ്രമിച്ചിട്ടും പ്രാർത്ഥനകളൊന്നും ജോസിന് ഓർമ്മ വന്നില്ല. കഴുത്തിലെ കൊന്തമാല തലയണക്കടിയിലുള്ളത് ഓർമ്മ വന്ന ജോസ് വേഗം കൈ നിരക്കി തിരഞ്ഞു നോക്കി തലയണയുടെ അടിയിൽ. അവിടുമൊക്കെ വെപ്രാളത്തിൽ പരതി. പക്ഷേ തടയുന്നില്ല ഒന്നും. കട്ടിലിന്റെ തുഞ്ചത്തുണ്ടായിരുന്ന മാല പെട്ടെന്ന് തൊട്ടു. മാലയിൽ പെട്ടെന്ന് കൈ കൊണ്ടതും മാല ഊർന്ന് നിലത്തേക്ക് വീണു. അലറിക്കരയാനാണ് ജോസിന് തോന്നിയത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പറയുന്ന ഓരോരുത്തരെയും സ്വന്തം അമ്മച്ചിയെ അടക്കം കളിയാക്കിയതോർത്ത് ജോസ് മനസ്സിൽ സ്വയം തെറി വിളിച്ചുപോയി. ടോർച്ച് കയ്യിൽ തടഞ്ഞെങ്കിലും അത് തെളിയിക്കാൻ ധൈര്യം വന്നില്ല ജോസിന്. താൻ എന്തെങ്കിലും കാണേണ്ടി വന്നാലോ എന്നോർത്ത്. പക്ഷെ നിലത്ത് വീണ കൊന്ത എങ്ങനെയും എടുക്കണമെന്നുറപ്പിച്ചു. നിലത്തേക്ക് ടോർച്ച് അടിച്ചു. കൊന്തമാല കണ്ടു. അതെടുക്കാൻ ഇടത്തെ വശത്തേക്ക് കൈ നീട്ടി. പിന്നിലേക്കായി ചെരിഞ്ഞതും ടോർച്ചിൽ നിന്നും നിലത്ത് പതിച്ച പ്രകാശവലയത്തിൽ തട്ടമിട്ട പോലൊരു നിഴൽ മുന്നോട്ട് വരുന്നു. നടുങ്ങി വിറച്ച ജോസ് കൊന്ത ഒറ്റ വാരൽ, ഒപ്പം ടോർച്ചും കെടുത്തി. അത്ഭുതമെന്നേ പറയണ്ടു. കൊന്ത എടുത്തതോടെ ജോസിന് പ്രാർത്ഥന ഓർമ്മ വന്നു. എന്തോ ഒരു ധൈര്യം ലഭിച്ചു മനസ്സിന്. ഇടമുറിയാതെ പ്രാർത്ഥന ചൊല്ലി. പക്ഷെ ചുറ്റും വല്ലാത്തൊരു ഭീതി ഉളവാക്കുന്ന അന്തരീക്ഷം തോന്നി. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. ദുർഗന്ധം പതുക്കെ ഇല്ലാതായി. ശേഷം പുൽത്തൈല ഗന്ധവും വന്നു. പക്ഷേ പൊടുന്നനെ അതുമില്ലാതായി. ജോസ് പ്രാർത്ഥന നിർത്തിയില്ല. ഉറക്കെ ചൊല്ലാൻ ഉള്ളിൽ ആരോ ശക്തമായി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതോടെ വല്ലാത്തൊരു ധൈര്യം കിട്ടി. ജോസ് പ്രാർത്ഥന ഉറക്കെ ചൊല്ലി. ഉടനെ ജനലിന് പുറത്തൊരുതരം മുരൾച്ച കേട്ടു. ഒപ്പം നിർത്തട എന്ന് പറയും പോലെ ജനലിൽ ശക്തമായ ഒരടിയും. ജോസ് ഞെട്ടി വിറച്ചുപോയി. എങ്ങനെയോ പ്രാർത്ഥിച്ച് ജോസ് നേരം വെളുപ്പിച്ചു. എന്നിട്ടൊരു 9 മണിയോടെ വേഗം പുറപ്പെട്ട് അലിയുടെ ജോലി സ്ഥലത്തേക്ക് പോയി. 10 മണിക്ക് ഓഫീസ് തുറന്നെങ്കിലും ഉച്ചയോടെയേ അലി അവിടെ യാത്ര കഴിഞ്ഞ് എത്തിയുള്ളൂ. അതുവരെ ജോസ് കാത്തിരുന്നു.
അലിയെ കണ്ടതും എല്ലാ വിവരവും പറഞ്ഞു. പിന്നെ ഒട്ടും വൈകിച്ചില്ല. അവർ വീട്ടിലെത്തി സാധനങ്ങളും എടുത്ത് വീടൊഴിഞ്ഞു. ഒരു ലോഡ്ജിൽ തങ്ങി കുറച്ചു ദിവസം. അതിനുള്ളിൽ കുറഞ്ഞ ചെലവിൽ മറ്റൊരു വാടക വീട് ഏർപ്പാടാക്കുകയും അങ്ങോട്ട് മാറുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. എങ്കിലും ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹത്തെ ഒരുപാട് വേട്ടയാടിയുന്നതായാണ് അറിഞ്ഞത്. കൗൺസിലിംഗ്, പ്രാർത്ഥനകൾ, ധ്യാനം ഒക്കെ വേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. കല്യാണം കഴിച്ചില്ല അദ്ദേഹം. എപ്പോഴും അസ്വസ്ഥനായിരുന്നു എന്നാണ് അറിഞ്ഞത്. ഒരുപാട് പരിഹാസങ്ങൾക്കും പാത്രമായി. നുണവീരൻ, കഥ പടച്ചുണ്ടാക്കുന്നവൻ, ഭ്രാന്തൻ, വട്ടൻ എന്നിങ്ങനെ കുറേ പരിഹാസങ്ങൾ. പക്ഷെ അലി ഉൾപ്പെടെ വളരെ കുറച്ചുപേര് മാത്രം എല്ലാം ഉൾക്കൊണ്ട് അദ്ദേഹത്തിന് തുണയായിരുന്നു. ജോലി ഒരു ആശ്വാസമായിരുന്നു ജോസിന്. 52-ാം വയസ്സിൽ ഹൃദയാഘാതം അദ്ദേഹത്തെ കൊണ്ടുപോയി. ജോസിന്റെ അനുജൻ ജോർജ് അലിയോട് പറഞ്ഞ ഒരു വിചിത്ര കാര്യം പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചേട്ടായി വീട്ടിലുള്ളപ്പോൾ ഇടയ്ക്കൊക്കെ പുൽത്തൈലത്തിൻ്റെയൊക്കെ പോലെ ഒരു രൂക്ഷ മണം ഉണ്ടാവാറുണ്ട്. ഞങ്ങളെല്ലാവരും ഇത് എവിടുന്നാന്ന് അമ്പരന്നിട്ടുണ്ട്. ചേട്ടായോട് ചോദിച്ചാൽ വലിയ ദേഷ്യവാ. പിന്നെ ഞങ്ങളൊന്നും പറയാതായി. മരിച്ചു കിടക്കുമ്പോഴും മുറിയിൽ ഈ മണമായിരുന്നു. അത്ഭുതം അതല്ല. ചേട്ടായി പോയേ പിന്നെ അതുണ്ടായിട്ടേയില്ല.